നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 2, 2025 ചൊവ്വ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നും ഒക്ടോബർ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയുടെ റിസൾട്ട് വരികയുണ്ടായി. അതുകൂടാതെ US-ൽ നിന്നും ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസും ഉണ്ടായിരുന്നു. ഇവയുടെ റിസൾട്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഹയർ ലെവൽസിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും മാത്രമല്ല ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട കാരണങ്ങൾ മൂലവും നിഫ്റ്റിക്ക് ഇന്നലെ ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും ആ നേട്ടം നിലനിർത്തുവാനുമായില്ല. ഈ മാസത്തെ ആദ്യ ട്രേഡിംഗ് സെക്ഷനായ ഇന്നലെയും 1171.31 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2558.93 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,300 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് അതിശക്തമായി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതുമുണ്ട്. മാത്രവുമല്ല ഈ ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,100 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടും, എന്നാൽ 25,900 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ട് ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ടൈമിൽ രാവിലെ 10:00 ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്ത HSBC മാനുഫാക്ചറിംഗ് PMI ഡാറ്റ നിരാശപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഒക്ടോബർ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും മാർക്കറ്റിനെ നിക്ഷേപകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒക്ടോബറിലെ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ച 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. US-ൽ നിന്നും ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 റിലീസ് ചെയ്യപ്പെട്ട നവംബർ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും മാർക്കറ്റിനെ നിക്ഷേപകരെ മാത്രമല്ല 48.6 എന്ന ഫോർകാസ്റ്റിനെയും നിരാശപ്പെടുത്തിക്കൊണ്ട് 48.2 എന്ന ലെവലിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 10:00 നവംബർ മാസത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ ജപ്പാനിൽ നിന്നും റിലീസ് ചെയ്യാനിരിക്കുന്നു. വൈകുന്നേരം 3:30 നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഫ്ലാഷ് ഇയർ ഓൺ ഇയർ യൂറോപ്പിൽ നിന്നും റിലീസ് ചെയ്യപ്പെടും. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ ഫസ്റ്റ് വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADRന് ഫ്ലാറ്റ് ആയിട്ടും ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. HDFC ബാങ്ക് ADRന് 4% ICIC ബാങ്ക് ADRന് 2% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 1.5% നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ നിന്നും ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റ മോശമായി വന്നതിനെ തുടർന്ന് S&P 500നും നാസ്ഡാക്കിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. തൽഫലമായി S&P 500ന് 0.5%, നാസ്ഡാക്കിന് 0.5% നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും ഇന്ന് രാവിലെ വീണ്ടും ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും ഇന്നലെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. UK ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് വെളുപ്പിന് 2:45 ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5%-യും കൊറിയൻ മാർക്കറ്റ് 1%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $63.33 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $59.56 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ നിലവിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം $6 $4,225.35 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ
വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.76 എന്ന നിലയിലും മാക്സ് പെയിൻ 26,200 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ലോവർ ലെവൽസിൽ ചെറിയ തോതിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുമ്പോഴും അതേസമയം അനുഭവപ്പെടുന്ന സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി RSI 61.66 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,300 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,150 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.09 എന്ന നിലയിലും മാക്സ് പെയിൻ 59,400 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. നിഫ്റ്റിയുടെ ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവൽസിൽ ചെറിയ തോതിൽ ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുമ്പോഴും സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ഉൾപ്പെടെ അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ഇന്നലെയും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിലുള്ളത്. അതേസമയം പുട്ട് സൈഡിലേക്കും 58,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബജാജ് ഹൗസിംഗ് ഫൈനാൻസിലെ 2% വരുന്ന ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് 1,740 കോടി രൂപ കമ്പനി സമാഹരിക്കും. ഭാരത് ഡൈനാമിക്സ് മിസൈൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2,462 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സിപ്ല LIC കമ്പനിയിലുള്ള സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി 2%. ഇതിനെ തുടർന്ന് 5.025% നിന്നും 7.055% LIC സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായത്. GHV ഇൻഫ്രാ പ്രോജക്ട്സ് 109 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ട്രേജ്ഹാര സൊല്യൂഷൻസ് 9.5 മില്യൺ യൂറോ മുടക്കിക്കൊണ്ട് LP ലോജിസ്റ്റിക്സിനെ ഏറ്റെടുക്കുവാനുള്ള അംഗീകാരം കമ്പനിയുടെ ബോർഡ് നൽകുകയുണ്ടായി. ICICI Prudential, ICICI AMC IPOയ്ക്കുള്ള അന്തിമ അനുമതി സെബിയുടെ ഭാഗത്ത് നിന്നും ലഭിക്കുകയുണ്ടായി. പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ 5:2 എന്ന റേഷ്യോയിലുള്ള ബോണസ് ഇഷ്യൂവിന്റെ റെക്കോർഡ് ഡേറ്റ് December 5, 2025 ആണെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.